ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ ദയാവത്തിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു 13 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പയ്യൻ, പഞ്ചാബിലെ ഗാസിയാബാദിൽ നിന്നുള്ളൊരു പയ്യൻ ആം, ഒരു പഠനത്തിൻ്റെ ആവശ്യമായിട്ട് പഞ്ചാബിൽ നിന്ന് ഒരു 4-ാം നിലയിൽ നിന്ന് പേയിങ് ഗസ്റ്റായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 4-ാം നിലയിൽ നിന്ന്, കെട്ടിടത്തിൻ്റെ 4-ാം നിലയിൽ നിന്ന് താഴെ വീണു. അങ്ങനെ തലച്ചോറിനും ശരീരം ആസമനം പരിക്ക് പറ്റിയിട്ട് ഒരു 90% പരിക്ക് പറ്റിയിട്ട് ജീവച്ഛവമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ പയ്യൻ്റെ പിതാവ് ഒരു സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുത്തു. അതായത് തൻ്റെ മകന് അന്തസ്സായിട്ട് മരിക്കാനുള്ള ഒരു അനുവദിക്കണം, ഒരു ദയാവത്തിന് അംഗീകാരം നൽകണമെന്ന് പറഞ്ഞൊരു ഹർജി കൊടുത്തു. അപ്പോൾ സുപ്രീം കോടതി അത് സ്വീകരിച്ചു, അതിന് അനുമതി കൊടുത്തു. അപ്പോൾ ഡൽഹി എയിംസ് ആശുപത്രിയിൽ അതിൻ്റെ പുരോഗതികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയാവത്തിന് അംഗീകാരം നൽകി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം അതിന് ദയാവധത്തിൻ്റെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അത് നടന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ, അത് കാണിക്കാത്ത ഡോക്ടേഴ്സില്ല, പോകാത്ത ഹോസ്പിറ്റലുകളില്ല. അപ്പോൾ ഈ 13 വർഷം ജീവച്ഛവമായിട്ട് കിടക്കുന്ന ഒരു പയ്യന് ദൈവത്തിന് അംഗീകാരം നൽകിയത് നല്ലൊരു തീരുമാനമാണ്. കാര്യം 13 വർഷം ഇങ്ങനെ കിടക്കാമെന്ന് പറഞ്ഞാലും ഒരു ആക്ടിവിറ്റീസും ഇല്ലല്ലോ. ഇങ്ങനെ കിടക്കാമെന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ നോക്കുന്ന മാതാപിതാക്കൾക്കും അവരുടെയും എല്ലാ സാമ്പത്തികമായിട്ടും എല്ലാം കൊണ്ട് ഹോസ്പിറ്റലിലെ വെൻറ്റിലേറ്റർ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മാത്രമല്ല, ട്യൂബിൽ കൂടെ കൊടുക്കുന്ന ഭക്ഷണങ്ങളും ഓക്സിജൻ ട്യൂബും ഇതൊക്കെയാണ്. അതൊക്കെ എത്ര നാൾ ഒരു ആക്ടിവിറ്റീസും ഇല്ല, എത്ര നാൾ കൊടുക്കാൻ പറ്റും? എന്തായാലും തൻ്റെ മകൻ രക്ഷപ്പെടില്ല എന്ന് അവർക്ക് മനസ്സിലായി. ഡോക്ടേഴ്സും വിധി എഴുതി കഴിഞ്ഞു, എന്തായാലും പൂർണ്ണമായിട്ട് രക്ഷപ്പെടില്ല, ഒരു പ്രതീക്ഷ വേണ്ട. അപ്പോൾ ഇങ്ങനൊരു ദയാവത്തിന് ഇതേപോലുള്ള ഹരീഷ് റാണേനെ പോലുള്ള ആളുകൾ ജീവിക്കുന്ന ആണ് നമ്മുടെ രാജ്യം. അപ്പോൾ ദയാവത്തിന് അംഗീകാരം നൽകണം. അപ്പോൾ വളരെ നല്ലൊരു തീരുമാനമാണ്. ഇപ്പോൾ ഈ പയ്യനെ പറ്റി പറയുകയാണെങ്കിൽ 19 വയസ്സ് വരെ നല്ല രീതിയിൽ ജീവിച്ചു. ഏതൊരു ചെറുപ്പക്കാരെ പോലെ തന്നെ നല്ലൊരു സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. പെട്ടെന്നാണ് അവൻ പേയിങ് ഗസ്റ്റായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വാടക കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് 4-ാം നിലയിൽ നിന്ന് അബദ്ധവശാൽ താഴെ വീഴുന്നത്. ആ വീണ് അന്ന് തൊട്ട് അവൻ്റെ കഷ്ടകാലം ആരംഭിച്ചു. പിന്നെ 4-ാം നിലയിൽ നിന്ന് താഴെ വീഴാമെന്ന് പറയാൻ അറിയാമല്ലോ, പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ദയാവത്തിനുള്ള ഒരു വിധി, ദയാവത്തിന് അംഗീകരിച്ചിട്ടുള്ളൊരു വിധി കൊടുത്ത് വളരെയധികം നല്ലൊരു തീരുമാനമാണ്. സുപ്രീം കോടതിയുടെ നല്ലൊരു തീരുമാനമാണ്. അതിലൊരു തെറ്റും പറയാനില്ല. അപ്പോൾ ഹോസ്പിറ്റലുകാർ പറയണമെന്ന് വെച്ചാൽ എല്ലാവരോടും ഞങ്ങളോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് മരുന്ന് ഇതൊക്കെ കൊടുക്കുന്നതും. അപ്പോൾ ഇപ്പോൾ എല്ലാം പിൻവലിച്ചിട്ടുണ്ട്. അതായത് ഓക്സിജൻ ട്യൂബും പിന്നെ റൈസ് ട്യൂബൊക്കെ എല്ലാം പിൻവലിച്ചു. അപ്പോൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരൊക്കെ എല്ലാം വളരെ ശ്രദ്ധിച്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. കാര്യം ആദ്യമായിട്ടുള്ളൊരു വിധിയാണല്ലോ, ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. അപ്പോൾ എന്തായാലും നല്ലൊരു തീരുമാനം. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിധി ഇനി ഇതേപോലുള്ള കിടക്കുന്ന ഹരീഷ് റാണേനെ പോലുള്ള ഒരുപാട് ആളുകൾക്ക് ജീവിതത്തിൽ ഇനി ഒന്നും നേടാനില്ല, ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ ഒരു തരത്തിലും അല്ല, സാധാരണക്കാർക്കല്ല, ദയാവധത്തിന് അംഗീകാരം നൽകണം. ചില രാജ്യങ്ങൾക്ക് മാത്രമേ ദയാവധത്തിന് അംഗീകാരം നൽകിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ വന്നതിൽ വളരെ നല്ല, എനിക്കിതിനകത്ത് പറയാനുള്ളത് വെച്ചാൽ വളരെ നല്ലൊരു വിധിയാണ്. ഇങ്ങനെ ജീവച്ഛവമായിട്ട് കിടക്കുന്നതിനും അതിനും വലിയൊരു ബുദ്ധിമുട്ട് വേറെ ഇല്ല. 13 വർഷമല്ലേ, 13 വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 13 വർഷമായിട്ട് ഒരു ആക്ടിവിറ്റീസും ഇല്ലാതെ ഇങ്ങനെ ഒരേ കിടപ്പ്, അത് ആർക്കായാലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. നോക്കാൻ നിൽക്കുന്ന അച്ഛനായിക്കോട്ടെ അമ്മയ്ക്കായിക്കോട്ടെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തായാലും നല്ലൊരു തീരുമാനം. അങ്ങനെ വേദനകളില്ലാത്ത ലോകത്തേക്ക് ഹരീഷ് റാണ എന്ന ആ ചെറുപ്പക്കാരൻ യാത്രയായി. ഇപ്പോൾ ഏകദേശം ദയാവധം നടന്നിട്ടുണ്ടാകുമെന്നാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നടന്നിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നല്ലൊരു വിധി. അപ്പോൾ വളരെ വിഷമത്തോടു കൂടിയിട്ടാണ് അവൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. എങ്കിലും പോട്ടെ, എന്താ വെച്ചാൽ ഇങ്ങനെ കിടക്കുന്നതിനും ഭേദമല്ലേ. അപ്പോൾ വളരെ വിഷമമുണ്ട്. കാര്യം ഒരു ചെറുപ്പക്കാരൻ്റെ സ്വപ്നങ്ങൾ ഇല്ലാതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണതുകൊണ്ടാണല്ലോ ഇല്ലാതായത്. അപ്പോൾ ഇനി എന്തായാലും ജീവൻ തിരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനൊരു ദയാവധത്തിന് ഇങ്ങനെ ആരെങ്കിലും വീണാലും ശരി, ഇങ്ങനൊരു ദയാവധത്തിന് അംഗീകാരം നൽകണം. നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു വിധി വന്നതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനെ ഉള്ളവർക്ക് ഇനി എന്തായാലും ജീവിതം മുന്നോട്ടുണ്ടാവില്ല. ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ, നമുക്ക് സ്ട്രോക്ക് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ദയാവധത്തിന് അംഗീകാരം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനൊരു ഇതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് തലച്ചോറിന് പരിക്ക് പറ്റി,
തലച്ചോറിന് മാത്രമല്ല ശരീരത്തിന് ആസമംഗലം പരിക്ക് പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വിധി വളരെയധികം നന്നായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, നമസ്കാരം.